voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു റീറ്റെയിലർ ശ്രദ്ധിക്കേണ്ട റെസ്പോൺസുകൾ എന്തൊക്കെയാണ്? ഒരു ഓണർ മാത്രം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഓണർ എന്തുമാത്രം ആ ഷോപ്പിന്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യപ്പെടണം, അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എത്ര വലിയ ഷോപ്പായാലും ചെറിയ ഷോപ്പായാലും ഈ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുത്തിരിക്കണം. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രൈസിങ്ങിനെ കുറിച്ചിട്ടാണ്. പ്രൈസ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി ആയിരിക്കാം, കമ്പനി എക്സിക്യൂട്ടീവ് ആയിരിക്കാം. ആ ഷോപ്പിന്റെ ഓണർക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്ന പ്രൈസ്, ലാൻഡിംഗ് പ്രൈസ്, ആ ലാൻഡിംഗ് പ്രൈസിൽ മാർജിൻ ഇട്ടിട്ടാണല്ലോ ഓണർ അത് വിൽക്കപ്പെടുന്നത്, അല്ലെ? എല്ലാവരും ലാഭത്തിന് വേണ്ടിയാണ് ബിസിനസ് നടത്തുന്നത്. ഒരു മാന്യമായ ഒരു മാർജിൻ, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺസ്യൂമറിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മാർജിൻ ഇട്ട ശേഷം എൻ കൺസ്യൂമറിന് ഒരു റീറ്റെയിലർ അത് വിൽക്കുന്നത്. ഇങ്ങനെ വിൽക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും എത്ര കോസ്റ്റിനാണ് ഒരു റീറ്റെയിലർക്ക് കമ്പനിയിൽ നിന്നും പ്രോഡക്റ്റ് കിട്ടുന്നത്, ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും പ്രോഡക്റ്റ് കിട്ടുന്നത്, അത് ഒരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യരുത്, എൻ കൺസ്യൂമറിനടുത്ത് പറയരുത് എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും പലരും അങ്ങനെ പറയുന്നത് ചെറുതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് ആകെ 2% ആണ്, 5% ആണ്, 10% ആണ്, അതും കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? ഇങ്ങനെയുള്ള പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും ഒരു എൻ കൺസ്യൂമറിനോട് പറയേണ്ട കാര്യമില്ല. ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ പ്രൈസ് ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം നമുക്ക്. അപ്പോൾ പ്രൈസിന്റെ കാര്യം എൻ കൺസ്യൂമറിനോട് ഒരു കാരണവശാലും കമ്പനിയിൽ നിന്നും എത്ര പൈസക്കാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്, ലാൻഡിംഗ് കോസ്റ്റ് എന്താണ്, അത് ഒരു കാരണവശാലും ഡിസ്ട്രിബ്യൂട്ടർ എത്ര പൈസക്കാണ് എനിക്ക് റീറ്റെയിലറായി എനിക്ക് ഈ പ്രോഡക്റ്റ് തരുന്നത്, അത് ഒരു കാരണവശാലും എൻ കൺസ്യൂമറോട് ഒരിക്കലും പറയരുത്. അത് വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്ര പൈസക്കാണ് കമ്പനി തരുന്നത് എന്നോ ഇത്ര പൈസക്കാണ് ഡിസ്ട്രിബ്യൂട്ടർ തരുന്നത് എന്നോ ഒരു കാരണവശാലും എൻ കൺസ്യൂമർ അടുത്ത് ഈ ഷോപ്പിന്റെ ഓണർ പറയാൻ പാടില്ല. സെക്കൻഡ് വൺ പറയാനുള്ളത്, ഒരു പ്രൈസ് ഒരു റീറ്റെയിലർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ കൺസ്യൂമറോ വേറെ കോൺട്രാക്ടേഴ്സോ അതർ പേഴ്സണോ അവർ വാദിക്കുമായിരിക്കും, ഇത് വലിയ പ്രൈസാണ്, ഇതിനേക്കാൾ വളരെ പ്രൈസ് കുറവാണ്, 5 കിലോമീറ്റർ അപ്പുറമുള്ള ഷോപ്പിൽ നിങ്ങൾ എന്ത് റൈറ്റ് കൂടുതലാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ സംസാരിക്കും. നമ്മുടെ വളരെ നിഷ്കളങ്കനായ ഒരു റീറ്റെയിലർ ആണെങ്കിൽ ഉള്ള കാര്യം മുഴുവൻ അപ്പം തന്നെ അങ്ങ് തുറന്നു പറയും. എനിക്ക് കമ്പനി ഇതിനാണ് തരുന്നത്, ഞാൻ ഇതിനാണ് നിങ്ങൾക്ക് വിൽക്കുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇതിനാണ് തരുന്നത്, ഇതിനാണ് വിൽക്കുന്നതെന്ന് പറയും. ഒരു കാരണവശാലും അത് ഡിസ്ക്ലോസ് ചെയ്യരുത്. അയാൾ പറയുകയാണ് എനിക്ക് ഇതിനേക്കാൾ താഴ്ത്തി വേറെ ഷോപ്പിൽ കിട്ടും എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ സാർ അല്ലെങ്കിൽ ചേട്ടാ അവിടെ പോയി എടുത്തോളൂ, ഇത് എൻ്റെ പ്രൈസാണ്, ഇതിലാണ് ഞാൻ വിൽക്കുന്നത്, അങ്ങനെ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി എടുത്തോളൂ എന്ന് വളരെ സ്നേഹത്തോടെ വളരെ പുഞ്ചിരിയോടെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം. ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസിൽ ഉറച്ചു നിൽക്കണം. ഒരു കാരണവശാലും ഫ്ലക്ച്വേറ്റ് ആവരുത്. അത് പിന്നെ നെഗോസിയേഷനിലേക്ക് പോകരുത്. അങ്ങനെ നെഗോസിയേഷനിലേക്ക് പോയാൽ നിങ്ങളുടെ സ്ഥാപനം നാളെ ഉണ്ടാവില്ല, അത് പൂട്ടിപ്പോകേണ്ട വരും. കാരണം ഒരു മാർജിൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നത്? ഒരു റീറ്റെയിൽ ഷോപ്പ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് മാർജിൻ കൊണ്ടാണ് നിലനിൽക്കുന്നത്, ആ പ്രോഫിറ്റ് കൊണ്ടാണ് നിലനിൽക്കുന്നത്. ആ പ്രോഫിറ്റ് ഇല്ലാതെ വിറ്റാൽ അയാൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സ്റ്റാഫിന് എങ്ങനെ സാലറി കൊടുക്കാൻ പറ്റും? റെന്റ് കൊടുക്കേണ്ടതാണെങ്കിൽ റെന്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇലക്ട്രിസിറ്റി എങ്ങനെ കൊടുക്കാൻ പറ്റും? വേറെ സൺട്രി എക്സ്പെൻസുകളായി പല എക്സ്പെൻസുകളും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഷോപ്പിന്റെ ഓണർക്ക് അദ്ദേഹത്തിന് ഒരു ചെറിയ സാലറി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ. അപ്പൊ ഇതൊക്കെ നടത്തണമെങ്കിൽ മാന്യമായിട്ടുള്ള, അധികം ഓവർ ആവാതെ മാന്യമായിട്ടുള്ള ലാഭം എടുത്ത് ബിസിനസ് ചെയ്യുക. ആ ലാഭം എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക. 4 ആൾക്കാർ പ്രൈസ് ഡൗൺ
ട്രെൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ ബിസിനസ് നടന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ കാര്യത്തിൽ നമ്മുടെ പ്രൈസിങ്ങിൽ ഉറച്ചു നിൽക്കുക. ആടുമായി പോകുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് 10 പേര് പറഞ്ഞു ഇത് ആടല്ല പട്ടിയാന്ന്, 10 പേര് പറഞ്ഞപ്പോഴേക്കും ഇത് പട്ടിയാണെന്ന് പറഞ്ഞ് ആ ആടിനെ തെരുവിലേക്ക് ഇറക്കി വിട്ട് ഓടിപ്പോയ ആളെ പോലെ ആകാതെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മൾ എടുക്കുന്ന പ്രൈസിങ്ങിൽ നമ്മൾ 100% ട്രസ്റ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്, നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെടുന്നത്? നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ക്വാളിറ്റിക്ക് അർഹമായ ഒരു പ്രൈസ്, നമ്മുടെ സർവീസ്, നമ്മൾ ചെയ്യുന്ന സർവീസിന് അർഹമായ ഒരു പ്രോഫിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കേട്ടോ, ഈ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമർ അപ്പുറത്തുള്ള റീറ്റെയിൽ ഷോപ്പുകാരൻ അങ്ങനെയാണ്, എൻ കൺസ്യൂമർ പറയാണ് അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, എന്തും കേൾക്കുക, ഒന്നിനും മറുപടി പോകാതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട്, മറ്റുള്ള ഷോപ്പുകാരൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കൺസ്യൂമർ നമ്മുടെ ഷോപ്പിലേക്ക് കയറി വന്നാലും അതിനെ നിരുത്സാഹപ്പെടുത്തുക. നമ്മൾ അതിൽ വീണു പോകാതെ നമ്മളിൽ നിന്ന് ഒരു വാക്കെങ്കിലും പുറത്ത് പോയാൽ അത് അതേപടി ചിലപ്പോൾ ആ റീറ്റെയിൽ ഷോപ്പിൽ വന്ന് അയാൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലത്തിലേക്കും ഒരു ഇഷ്യൂയിലേക്കും പോകാതെ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫുകൾക്കും ഒരു ഓണർ മാതൃകയായിട്ട് മാറണം. അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളും അതേപോലെ ഉള്ള ഒരു പെരുമാറ്റ ശൈലി സ്വീകരിക്കും. ഒരു പരിധിവരെ ഓണറുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ മനോഭാവം, അയാളുടെ പെരുമാറ്റത്തിൻ്റെ രീതികൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കാം ഒരു പരിധിവരെ സ്റ്റാഫുകൾ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആ റീറ്റെയിലർ എന്ന് പറയുന്ന വ്യക്തി ഈ സ്റ്റാഫുകളുടെ ഒരു റോൾ മോഡലായിരിക്കാം, മോഡലാവും ഉറപ്പായിട്ടും. ആ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ഒരാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ചില നല്ല സ്വഭാവ സവിശേഷതകൾ നമ്മളിലേക്ക് വരും. ചിലപ്പോൾ ചീത്ത സ്വഭാവ സവിശേഷതകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ, അവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് അത് സംസാരിക്കാതിരിക്കുക. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ബിസിനസ് ഫോക്കസ് ചെയ്ത് ബിസിനസ് എങ്ങനെ ഗ്രോത്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഷോപ്പുകളിൽ നടക്കേണ്ടത്. അതുപോലെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൃത്യമായി പൈസ കൊടുക്കും. നല്ലൊരു നയമാണത്. അനവധി ആളുകൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കമ്പനികൾക്ക് കൊടുക്കണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കണം. അതൊക്കെ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ കൊടുക്കുന്നത് ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും വേണം, കളക്ഷനിൽ നിന്നും ഈ ബിസിനസ് നടത്തി വേണം പൈസ കൊടുക്കാൻ. പൈസ കൊടുക്കേണ്ട ആൾക്കാർ ആരായാലും നമ്മുടെ കമ്പനി അതോറിറ്റിയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ കൃത്യമായിട്ട് പൈസ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ആ ഷോപ്പിനെ കുറിച്ചുള്ള ഒരു ഗുഡ് വില്ല് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യപ്പെടും. നിങ്ങൾ വിചാരിക്കും ആരും അറിയുന്നില്ലെന്ന്. ദയവേത് അവിടെ കൊണ്ട് കൊടുത്തു പോലെ കേട്ടോ, ഇപ്പൊ 90 ദിവസമായിട്ട് പൈസ തന്നിട്ടില്ല, അതോടൊപ്പം തന്നെ ആ പാർട്ടിക്ക് കൊടുത്തോട്ടോ, എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കുക. അവർ നല്ലപോലെ റെഡി പേയ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിനുള്ളിൽ പൈസ തരും. ഇനി കൂടിപ്പോയാൽ 30 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടാതിരിക്കില്ല ഒരു കാരണവശാലും. നല്ല വിശ്വസിക്കാം, നല്ല പാർട്ടി അവര്. അങ്ങനെയും പറയുന്നവരുണ്ടാവും. നമ്മൾ ആരിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ ടൈമിൽ തന്നെ പേയ്മെന്റ് കൊടുത്തോളണം. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, കൊടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ കാര്യം തീർന്നില്ലേ? പേയ്മെന്റ് കൊടുക്കാതെ എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ ഷോപ്പിലേക്ക് വിളിച്ച് പൈസയുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ കയറി വരുന്ന എൻ കൺസ്യൂമർ, നിങ്ങളുടെ ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ കൂടി നിങ്ങളെക്കുറിച്ച് വിലയിരുത്തും. ഇയാൾ പൈസ കൊടുക്കാത്തവനാണ്, ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്ന് കണ്ടാൽ ആ റീറ്റെയിലർക്കാർക്കോ ഡിസ്ട്രിബ്യൂട്ടർക്കോ പൈസ കൊടുക്കുന്ന, പിന്നെ ഞാൻ എന്തിന് ഇവന് പൈസ കൊടുക്കണം എന്ന് ഒരു എൻ കൺസ്യൂമർ ചിന്തിച്ചാൽ, അതായത് അങ്ങനെ ഒരു തോന്നലെങ്കിലും വന്നാൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് കഴിയുന്ന തരത്തിലുള്ള പർച്ചേസുകൾ മാത്രം നടത്തിയാൽ മതി. അതിൻ്റെ പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. നിങ്ങളുടെ ഷോപ്പിനകത്ത് കൗണ്ടർ നോക്കാൻ 1, 2, 3 സെയിൽസിലെ കൗണ്ടർ സെയിൽ ചെയ്യുന്ന സെയിൽസ് പേഴ്സൺ ഉണ്ടെങ്കിൽ, കൗണ്ടർ സെയിൽ നന്നായിട്ട് നോക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള സെയിൽസിൽ ഉള്ളവരുണ്ടെങ്കിൽ, അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും, ഈ ഷോപ്പിന്റെ ഓണർക്ക് കുറച്ച് ഷോപ്പിൽ നിന്നും പുറത്തേക്ക് കടന്ന് ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം കസ്റ്റമറെ നേരിട്ട് മീറ്റ് ചെയ്യണം,
കോൺട്രാക്ടേഴ്സിനെ നേരിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് എവിടെ നിൽക്കുന്നുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽസ് ഫോക്കസ് ചെയ്യാം, കോൺട്രാക്ടേഴ്സിനെ കാണാം, ഇലക്ട്രീഷ്യന്മാരെ പുറത്തുപോയി കാണാം, പ്രത്യേകമായ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡേഴ്സ് കിട്ടുമെങ്കിൽ അവരെ പോയി കാണാം. അതിനൊക്കെ കൂടിയുള്ള സമയം ഒരു ഓണർ ചെലവഴിച്ചാൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ അത് വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പലരും ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്ന കസ്റ്റമർ തന്നെയാണ്. ആ കസ്റ്റമറെ എങ്ങനെ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ കൂടുതൽ കസ്റ്റമറെ എൻ്റെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ കൂടുതൽ വിസിറ്റ് ചെയ്യിപ്പിച്ച് എൻ്റെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണാത്മകമായ ഒരു മനസ്സ് ഒരു റീറ്റെയിലർക്ക് എപ്പോഴും വേണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓണം, ക്രിസ്മസ്, റംസാൻ, അതുപോലെ വിഷു, ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ചെറിയ ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കുക. ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് അടിവരയിട്ട് പറയാം, നല്ല പെരുമാറ്റം തന്നെയാണ്. നന്നായിട്ട് പെരുമാറാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. സ്മൈലോടെ, സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെ ആ സ്റ്റാഫുകൾക്കും ഓണർക്കും എൻഡ് കൺസ്യൂമറിനോട് ഇടപഴകാൻ കഴിഞ്ഞിരിക്കണം. അത് തന്നെയാണ് സക്സസ്. മലപ്പുറത്തുള്ള ഒരു ഷോപ്പുകാരൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ഷോപ്പുകാരന് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അയാൾ ഈ മലപ്പുറത്തെ ഈ ഷോപ്പിൽ നിന്ന് മാത്രമേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ. ഈ പ്രോഡക്റ്റ് ട്രിവാൻഡ്രത്ത്, കൊല്ലത്ത് കിട്ടും, പത്തനംതിട്ട കിട്ടും, കോട്ടയത്ത് കിട്ടും, ആലപ്പുഴ കിട്ടും, എറണാകുളത്ത് കിട്ടും, വലിയ മാർക്കറ്റാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ മലപ്പുറത്തുനിന്ന് എടുക്കുന്നു? അതൊരു റിലേഷനാണ്, അതൊരു വ്യക്തിബന്ധമാണ്. ഞാൻ പറയട്ടെ, വ്യക്തിബന്ധങ്ങൾക്ക് ബിസിനസ്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ അടുത്ത് നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ, അത് പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്നും അതിനകത്ത് ബാധകമല്ല. അതൊരു റിലേഷനാണ്. എങ്ങനെയാണ് ആ റിലേഷൻ ബിൽഡപ്പ് ചെയ്തത്? അത് വിശ്വാസത്തിലൂടെയാണ്. ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് പീരീഡ് കുറച്ചധികം കൊടുക്കണ്ടാവാം, അയാൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം, ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെ പല റീസൺ ഉണ്ടാവാം. ആ ഒരു വ്യക്തിബന്ധത്തിന്റെ ഡെലിവറി, കൃത്യമായിട്ട് ഡെലിവറി കൊടുക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവാം. അതുപോലെ തന്നെ ചില പ്രോഡക്റ്റുകൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരിട്ട് ചിലപ്പോൾ പാലക്കാടേക്കും മലപ്പുറത്തേക്കും വരും. എല്ലാത്തിനും ഉപരിയായിട്ട് നല്ല പെരുമാറ്റം ഒരു റീറ്റെയിലർക്ക് ഉണ്ടായിരിക്കണം, ആ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് കസ്റ്റമർ ആ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് സക്സസ് ആ ഷോപ്പിലേക്ക് കയറി വരികയുള്ളൂ. ഓവറായിട്ടുള്ള ഒരു വില ഈടാക്കാതെ മാന്യമായ ലാഭം എടുത്തുകൊണ്ട് കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ ആ റീറ്റെയിൽ ഷോപ്പ് സക്സസിന്റെ പടികൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പടികൾ കയറാൻ തുടങ്ങുന്നു. അടുത്ത സൺഡേ റീറ്റെയിൽ ഷോപ്പിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.